ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാഷ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിസാമി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഈ ബിരിയാണിയിൽ നമ്മൾ തക്കാളിയൊന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇതിലെ സവാള നമ്മൾ ഫുള്ളായിട്ടും ഫ്രൈ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ബസ്മതി റൈസ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കിലോ സവാളയാണ്. അത് ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സവാള മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചതച്ചതും ഒരു 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഒരല്പം മല്ലിയിലയും പുതിനയിലയും വേണം. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലോട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പച്ചമുളക് അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാല, 1.5 കപ്പ് തൈര്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ കൈകൾ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇത് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കഷ്ണം പട്ട, ഒരു 6 ഏലക്ക, ഒരു 10 ഗ്രാമ്പു ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു വലിയ പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ സ്പൈസസ് അതിൽ ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരി വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വെള്ളം തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അരി കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്കിത് വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു പകുതി വേവാവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പകുതി വേവാവുന്നത് വരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു പകുതി വേവാവുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി. ബാക്കി നമ്മൾ ദമ്മിടുന്ന സമയത്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ അധികം ഉണ്ടാവും. പക്ഷേ നമ്മൾ റൈസ് ഇവിടെ പകുതിയെ വേവിക്കുന്നുള്ളൂ. ബാക്കി വേവ് ഈ ചിക്കനിൽ ഇട്ടാണ് വേവിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചിക്കനും പകുതി വേവാവുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് പകുതി വേവിച്ചിട്ടുള്ള ചിക്കനും അതിൻ്റെ ഗ്രേവിയും കൂടി ബിരിയാണി ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഇതിൻ്റെ മുകളിലൊന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായത് കൊണ്ടാണ് അത് കാണിക്കാത്തത്. ഇനി കുറച്ച് പാലിൽ അല്പം മഞ്ഞൾപ്പൊടി മിക്സാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂവ് ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിക്ക് പകരം അത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സവാള വറുത്തതും മല്ലിയിലയും പുതിനയിലയും അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് തീ നന്നായിട്ട് കത്തിച്ചു കൊടുത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ കനൽ കോരിയിട്ടിട്ട് ദം ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ഒരു 5 മിനിറ്റ് തീ കത്തിച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അതിന് ശേഷമാണ് നമ്മൾ കനൽ കോരിയിട്ടിട്ട് ദം ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കന് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നിസാമി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്